ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് കോഴി വളർത്തി തുടങ്ങിക്കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇതിങ്ങൾ തമ്മി കൊത്തി തൂരെല്ലാം മൊത്തം പോയി മാംസത്തിൻ്റെ പരുവായി നിൽക്കുന്നൊരു സമയമുണ്ട്. അത് കോഴി വളർത്തി ഉള്ളവർക്കൊക്കെ അറിയാം. അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. പരസ്പരം കൊത്തി മുറിവേൽപ്പിച്ച് ചോര മാറുന്ന നിൽക്കുന്ന ഒരവസ്ഥ, അതായത് മാംസ കഷ്ണമായിട്ട് ഇങ്ങനെ നിൽക്കും കോഴികൾ. അപ്പോൾ ഈ കോഴികളെല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. അപ്പം അതിന് ഞാൻ പരിഹാരമായിട്ട് ചെയ്തത് ഒരു ട്രിക്ക് പ്രയോഗിച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കൊത്തു കൂടുന്നത് എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായിട്ട് വശത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതിനും ചില വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു. അങ്ങനെ എന്തോ കെമിക്കൽ ഇതിൻ്റെ തൂവലെ പുരട്ടും, അത് തന്നെ കോഴികൾ തന്നെ കൊത്തി പുരട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു ഉത്പ്രസം ഉണ്ടാവും, അതുകൊണ്ടാണ് കോഴികൾ ഇങ്ങനെ കൊത്തുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്തും ആയിക്കോട്ടെ, നമുക്കത് ചെയ്യേണ്ടത് ഈ പ്രശ്നം ഒഴിവാക്കുക എന്നുള്ളതാണ്. കോഴികൾ പരസ്പരം ഇങ്ങനെ തൂവൽ കൊത്തുന്ന ആ പ്രോബ്ലം പരിഹരിക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ കൊത്തുന്നതിന് പരിഹാരമായിട്ട് പലരും പല മാർഗ്ഗങ്ങളും ചെയ്തു നോക്കാറുണ്ട്. പുല്ല് കെട്ടിത്തൂക്കിയിടുന്നുണ്ട്, അതുപോലെ ഇഷ്ടിക, ചകിരി, അതായത് തൊണ്ട് വെച്ച് കെട്ടി കൊടുക്കുക, അങ്ങനെ കരി വെച്ച് കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ തൂവൽ കൊത്തി ഇങ്ങനെ തിന്നുമ്പോഴാണ്, പരസ്പരം തിന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ കോഴിയുടെ ശരീരത്തിൽ നിന്ന് തൂവലെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് ചോര വന്ന് ചത്തു പോകുന്ന അവസ്ഥയാണ് ഇത് സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ കോഴികളെയൊക്കെ നിങ്ങൾ കണ്ട, ഇതിൻ്റെ പുറത്ത് കണ്ട അവിടെ ഗ്യാപ്പുണ്ട്. ഈ കോഴിയുടെ പുറത്ത് ഫുള്ള് ഗ്യാപ്പായിരുന്നു, അതിപ്പം ലെവലായിട്ടുണ്ട്, വളർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലിപ്പം രോമം തിരികെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോഴികൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് താഴെ ഇരിക്കുമ്പോഴാണ്, അതായത് വെറും തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടുതലും ഒരു കോഴി ഇരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കൂടെ മറ്റേ കോഴി വന്ന് കൊത്തും. അപ്പോൾ ഇതിന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ നോട്ടിയിട്ടുള്ള കാര്യമാണ്, താഴെ ഇരിക്കുന്ന കോഴീനെയാണ് ഈ പുറകെ വരുന്ന കോഴി ശക്തിയായിട്ട് കൊത്തുന്നത്. അപ്പോൾ അതിന് ഒരു മാർഗ്ഗമായിട്ട് ഞാൻ ചെയ്തത്, കോഴിക്കൂടിനകത്ത് കമ്പുകൾ വെച്ച് കൊടുക്കുകയാണ്. അത് കാണാൻ പറ്റുമെന്നറിയില്ല, ക്രോസായിട്ട് കുറച്ച് കമ്പുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പുകളിൽ വന്നിരിക്കാൻ നേരത്ത് കോഴികളുടെ അങ്ങനെ ശക്തമായിട്ട് കൊത്താൻ, അതായത് ഇത് പല ഭാഗങ്ങളായിട്ട് ഇരിക്കുന്ന കാരണം കൊത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കാരണം അത് കൊത്ത് പൂർണ്ണമായിട്ടും മാറുമെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റില്ല, ഈ കോഴീനെ തന്നെ നോക്കിയാൽ മതി, അതിൻ്റെ പുറത്ത് പുതിയ തൂല് വന്നിരിക്കുന്നുണ്ട്. കോഴിക്കൂടി ഇതിൻ്റെ വരുന്നുണ്ട്, പുതിയ തൂല് വരുന്നുണ്ട്. അപ്പോൾ കൊത്ത് നിർത്തി, ഇത് കൊത്തി ഇപ്പോൾ തിന്നാത്തതുകൊണ്ടാണ് അത് തൂലും അങ്ങനെ പുതുതായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കമ്പുകൾ കുറേ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് റിസൾട്ടാണ്, ഞാൻ അതിൻ്റെ തെളിവാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകും. അപ്പം ഈ ഒരു ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കും. പലതും പരീക്ഷിച്ച് വിജയിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കുക. കോഴിക്കൂടിൽ കുറച്ച് കമ്പുകൾ ഇതിങ്ങൾ കയറിയിരിക്കുക, പല സൈഡിലായിട്ട് കുറച്ച് കമ്പുകൾ വെച്ച് കൊടുക്കുക. അന്നേരം മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഉറപ്പായിട്ട് ഫലം ഉണ്ടാകും. നമുക്ക് റിസൾട്ട് കിട്ടിയാണ് ഇത് ചെയ്തിട്ട്, ഉറപ്പായിട്ടും ഫലം ഉണ്ടാകും. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ഇടുക. ബാക്കിയുള്ള എല്ലാവർക്കും അത് പ്രയോജനപ്പെടട്ടെ.